ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം മോദി ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എന്നും പറഞ്ഞ് മോദി ഗവൺമെന്റ് ഈ രാജ്യം മുഴുവനുള്ള ഇന്റേണൽ സെക്യൂരിറ്റി വളരെ മോശമാണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ കൃത്യമായി നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. മോദി ഗവൺമെന്റിന്റെ കീഴിലാണോ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണോ ഈ രാജ്യം സുരക്ഷിതം? നിങ്ങൾ തന്നെ പറയാം, കമന്റ് ചെയ്യുക. മോദി ആണെന്നുണ്ടെങ്കിൽ മോദി, അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്. നമുക്കറിയാമല്ലോ, കമന്റ് ബോക്സ് കാണുമ്പോൾ അറിയാമല്ലോ ആരുടെ ഭരണത്തിന്റെ കീഴിലാണ് ഈ രാജ്യം സേഫ് ആയിട്ടിരുന്നതെന്ന്. നമ്മൾ പലപ്പോഴും ഈ രാജ്യത്ത് പലതരത്തിലുള്ള ആക്രമണത്തെ പറ്റിയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ആക്രമണങ്ങളില്ല, നമ്മുടെ രാജ്യം സേഫായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാശ്മീരിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. കാശ്മീർ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് മോദി ഗവൺമെന്റാണ്. കോൺഗ്രസ് ഒരിക്കലും ചെയ്യില്ലായിരുന്നു. ഞാൻ ആ ഒരൊറ്റ കാര്യത്തിൽ മോദി ഗവൺമെന്റിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. അഗ്നിവീർ പ്രോജക്റ്റിനെ എതിർക്കുമ്പോഴും മോദിയുടെ അഗ്നിവീർ പ്രോജക്റ്റിനെ ഞാൻ പൂർണ്ണമായി എതിർക്കുന്ന ഒരാളാണ്. പക്ഷേ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് മോദി അല്ലാതെ മറ്റൊരു ഗവൺമെന്റിനും പറ്റില്ല. മോദിയാണ് അത് ചെയ്തത്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതുകൊണ്ട് നമ്മൾക്ക് മാറ്റം നമുക്ക് കാശ്മീരിൽ കാണാൻ പറ്റും. എന്തെല്ലാം തരത്തിലുള്ള മാറ്റം വന്നു. നമ്മുടെ കുട്ടികൾ കാശ്മീരിലെ ഇന്ത്യൻ സൈന്യത്തിനെ കല്ലെറിഞ്ഞിട്ടിരുന്ന നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ? അവിടെ ഭീകരവാദികൾക്ക് വേണ്ടി റോഡിൽ ഇറങ്ങിയിരുന്ന യുവതിയുവാക്കളെ നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ? അവരൊക്കെ സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. മനസ്സിലായില്ലേ? വലിയ മാറ്റങ്ങൾ വന്നു. അവിടത്തേക്ക് ടൂറിസം വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങി. അതിനൊക്കെ റോഡ് ഗതാഗതം, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവിടെ വരാൻ തുടങ്ങി. കാശ്മീരികൾക്ക് തന്നെ മനസ്സിലായി വലിയ ടൂറിസ്റ്റുകൾ എത്താൻ നേരത്ത് അവർക്ക് നല്ല വരുമാനം കിട്ടും, അവരുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്കിടയിൽ ചില മനുഷ്യർ, നമ്മൾ കേരളത്തിലും കണ്ടാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വാർത്ത വരാൻ നേരത്ത് അതിനെ വെള്ള പൂശുന്നവർ, പുട്ടിയടിക്കുന്നവർ, ന്യായീകരിക്കുന്നവർ, ഇതൊക്കെ സംഘികളാണെന്നാണ് പറയുന്നത്. ഇവരെ എവിടെ നോക്കിയാൽ ഇത് പറയുന്നതിന് മനസ്സിലാകുന്നത് ഇത് വെളുപ്പീരാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാകിസ്ഥാനിൽ നിന്നുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടു, അവരുടെ പഴയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയുന്നത് എന്തറിയാം, ഇത് സംഘികളാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ പോലും ഭീകരവാദത്തെ വെള്ള പൂശുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളപ്പോൾ കാശ്മീരിലെ യുവാക്കൾക്കിടയിൽ അതില്ല എന്ന് നമ്മൾക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുമോ? ഇതുപോലെ നമുക്കിടയിലുള്ള ചില ആൾക്കാർ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയാൻ പറ്റുന്നത്? ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇനി കോൺഗ്രസ് ഗവൺമെൻറ്റിലേക്ക് വരാം. ഈ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, രാഹുൽ ഗാന്ധിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ മറ്റൊന്നായിരിക്കും എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പറഞ്ഞുതരാം. ഇപ്പോൾ ആരാണെന്നറിയോ? കാശ്മീർ ഭരിക്കുന്ന ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 370 ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരും. ആർട്ടിക്കിൾ 370 തിരിച്ചുകൊണ്ടുവരണമെങ്കിൽ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആർട്ടിക്കിൾ 370 കാശ്മീർ തിരിച്ചു വന്നേനെ. നമ്മൾ കാണേണ്ടി വന്നതന്നെ അവിടുത്തെ കുട്ടികൾ വീണ്ടും ഇന്ത്യൻ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നത്, അവിടുത്തെ തെരുവുകൾ പാകിസ്ഥാൻ്റെ പതാക ഉയരുന്നത്. ഇന്ന് അവിടെ ഇന്ത്യൻ പതാകയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അവിടുത്തെ യുവാക്കൾ വീണ്ടും ഭീകരതയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന, അവരെ പിന്തുണയ്ക്കുന്ന പബ്ലിക്കായിട്ട്. ഇപ്പം നമ്മൾ കാണുന്ന എന്താ, ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അവിടുത്തെ യുവാക്കൾ മുമ്പോട്ട് ഇറങ്ങുകയാണ്. സാധാരണ ടൂറിസ്റ്റുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും. വലിയ മാറ്റമല്ലേ കാശ്മീരിൽ വന്നത്? നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഇനി നമ്മളൊരു കാര്യം പറയേണ്ട കാര്യമാണ്, നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റി പറയുന്ന നേരത്ത് അമേരിക്കയുടെ സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങൾ നോക്കുക. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷമല്ലേ, 2 വർഷം മുമ്പല്ലേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ എന്ത് സംഭവിച്ചു? 1200ഓളം മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇങ്ങനെ വലിയ വലിയ രാജ്യങ്ങളിൽ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ ഞാൻ കണ്ടൊരു മറ്റു വാർത്തയുണ്ട്. നമ്മളെ സെക്യൂരിറ്റി ഏജൻസീസ് 99% ഓരോ ദിവസവും ഇതുള്ള ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 3, 2025 വന്ന വാർത്തയാണ്. അയോധ്യ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരൻ പിടിയിൽ. അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെയാണ് പിടിച്ചത്. അതൊക്കെ പിടിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ കുംഭമേള നടന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്റേണൽ സെക്യൂരിറ്റി ഇന്ന് ഈ രാജ്യത്ത് ശക്തമാണ്. പക്ഷെ നമുക്കിടയിലുള്ള ചില ആൾക്കാർ ചില ഭീകരതയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു സംഘികളാണ് ചെയ്യുന്നത്, ഭരണകൂടമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവർ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, മുംബൈ അറ്റാക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അധികാരം പിടിക്കാനാണോ ചെയ്തത്? തിരിച്ചൊരു ചോദ്യമാണ്. ഗുജറാത്തിൽ കലാപം നടന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും കലാപം നടത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കലാപം നടത്തിയിട്ടുണ്ട്. ആദ്യമേ ട്രെയിൻ കത്തിച്ചു, അതിനുശേഷം കലാപത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഗുജറാത്ത് കലാപത്തിൽ ഇരകളായിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ വധിച്ചത് അപ്പോൾ നിങ്ങൾ വേഷം മാറി വന്ന മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ, അംഗീകരിക്കൂ? ഇതുപോലെ കുറേ ന്യായീകരണമായിട്ടാണ് കുറേ ആൾക്കാർ വരുന്നത്. ഗുജറാത്ത് കലാപത്തിൽ സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ തീവ്ര ഹിന്ദുക്കൾ കൊല ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ കത്തിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ കുറേ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഇതും അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളൊരു ആക്രമണം ഉണ്ടാകുന്നിട്ട് ആക്രമണത്തെ വെള്ളപൂശിയല്ല ചെയ്യേണ്ടത്, തള്ളിപ്പറയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് അഖിൽ മാരാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അഖിൽ മാരാറിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയെന്ന് ഒരു കൂട്ടർ ആരോപിക്കുന്നു.
ഒരൽപ്പം കൂടി കടന്ന് ഇത് നിലനിൽപ്പിന് വേണ്ടി സംഖ്യകൾ ആസൂത്രണം ചെയ്തതാണെന്ന് മറ്റൊരു കൂട്ടർ ആരോപിക്കുന്നു. റോബർട്ട് വദ്ര പറഞ്ഞതുപോലെ ശുദ്ധ തെമ്മാടിത്തരവും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് എൻ്റെ അഭിപ്രായം. തീർച്ചയായും രാജ്യത്തുണ്ടായ എല്ലാ ആക്രമണവും സുരക്ഷാ വീഴ്ചയെന്ന്. പൊട്ടുന്ന ബോംബുകളുടെ കഥകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഓരോ ദിവസവും നമ്മുടെ സേനകൾ നിർവീര്യമാക്കി കളയുന്ന ഭീകരരുടെ പദ്ധതികൾ നമ്മൾ അറിയുന്നില്ല. 1000 തവണ പരാജയപ്പെടുമ്പോൾ ഭീകരർ ഒരു തവണ വിജയിക്കുന്നത് നമ്മൾ നമ്മുടെ സേനയെ 1000 കുറ്റപ്പെടുത്തൽ കൊണ്ട് മൂടും. ജാഗരൂകരായ നമുക്കായി രാജ്യത്തെ സേവിക്കുന്ന നമ്മുടെ സൈനികരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാം എന്നുള്ള അത് തന്നെയാണ് എനിക്കും അഭിപ്രായം. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, അയോധ്യ കേസിൽ തന്നെ ഭീകരരെ നേരിട്ടിട്ടുണ്ട്. അത് നിർവീര്യമാക്കിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റത്തെ ഫുള്ള് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഴ്ചയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വീഴ്ചയാണ്, മോദി ഗവൺമെൻറ് പരാജയമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. നിങ്ങൾ ഡിഫറൻസ് നോക്കിയാൽ മതി. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും വന്ന മാറ്റങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവും. ലോക പോലീസായ അമേരിക്കയിൽ ഭീകരർ ആക്രമണം നടത്തിയില്ലേ? ആധുനിക സംവിധാനമുള്ള ഇസ്രായേൽ ആക്രമണം നടത്തിയില്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഈ രണ്ട് സ്ഥലത്തും ലോക പോലീസാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിന് എന്ത് പറ്റി? അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് എന്ത് പറ്റി? നമ്മൾ കണ്ടതാണ്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും ലഹരി മാഫിയ വിളയാട്ടവും ഒക്കെ നമ്മുടെ വീഴ്ചയാണ്. നിലനിൽപ്പിന് വേണ്ടി സംഖ്യകൾ ഇത് ചെയ്തു എന്ന് പറയുന്നവർ ഓർക്കുക, രാജ്യത്തെ 2 പ്രധാനമന്ത്രിമാർ ഏത് രീതിയിലാണ് കൊലയപ്പെട്ടതെന്ന്. അത് നിലനിൽപ്പിന് വേണ്ടി എന്ന മറുവാദം വന്നാൽ നിങ്ങൾ എന്ത് മറുപടി നൽകും? അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു വയ്ക്കാനുള്ളത്, എന്താണ് മുംബൈയിൽ നടന്നത്, താജിൽ നടന്നത്? അത് കോൺഗ്രസ് അധികാരം പിടിക്കാൻ ചെയ്തതാണ്. അതൊരു ചോദ്യമാണ്. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കിടയിലുള്ള ആൾക്കാർ വേഷം മാറി ചെയ്തതാണ്, ഹിന്ദുക്കളുടെ മേലിൽ വഴിയാരാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ തിരിച്ചൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം ഗൗരവകരമായ വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ കിടന്ന് ചുമ്മാ വൈറ്റ് വാഷ് അടിക്കാൻ പോകരുത്, വൈറ്റ് വാഷ് അടിക്കാൻ നിൽക്കരുത്. ഭീകരവാദമാണെങ്കിൽ ഭീകരവാദം, എൻ്റെയോ നിൻ്റെ മതം തള്ളിപ്പറയാം. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അന്ധമായ കോൺഗ്രസ് അണികളുടെ പിന്തുണ മതിയെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ എന്തും പറയാം. മറിച്ച് ഈ രാജ്യത്തെ ബോധമുള്ള വലിയൊരു ജനത ഉണ്ടെന്ന് അവർക്ക് ശരിയും തെറ്റും മനസ്സിലാകുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യത്തെ ഒന്നും അറിയാത്ത പാവങ്ങളുടെ മതം ചോദിച്ചു കൊന്ന നാറികളെ ഒരുമിച്ച് നിന്ന് നേരിടുക. കൃത്യമായിട്ടൊരു കാര്യം പറയാം, എന്തിനാണ് ഭീകരർ മതം നോക്കി ആൾക്കാരെ ഇല്ലാതാക്കിയത്? നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ പോയിട്ട് ചില മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വെളുപ്പിലൂടെ കാണാൻ നേരത്തെ പൂർണ്ണമാവും ഇതെല്ലാം കൂടെ. അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ആൾക്ക് ഇതിനെയൊക്കെ തള്ളിപ്പറയാതെ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ BJP ഭരിക്കുന്നത് രാജ്യത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയണമെന്ന ബുദ്ധിയാണ് ഭീകരർ പ്ലാൻ ചെയ്തത്. അങ്ങനെ മതം പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഭീകരവാദികൾ കൂടുതൽ പേരെ അവരുടെ പക്ഷത്ത് എത്തിക്കാൻ പറ്റും. അതുപോലെ രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും പറ്റും. നേരിയ ശതമാനം ക്രിമികൾ ഈ പ്ലാനിൽ വീണെങ്കിലും കാശ്മീരിലെ ജനങ്ങളുടെ ഐക്യം ഭീകരർ തകർത്ത് കളഞ്ഞു എന്ന് പറയാം. ഒരു രഹസ്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വദ്ര അളിയനെ AICC ഓഫീസിലേക്ക് വിളിപ്പിക്കുക. ചെവിക്കല്ല് പൊട്ടിച്ച് ഒരെണ്ണം കൊടുത്തിട്ട് രാഹുൽ ഗാന്ധി പറയണം, എടാ പരനാറി അളിയൻ വെടലെ മേലാൽ ഇമ്മാതിരി നാറി ഡയലോഗ് അടിക്കരുത്. ഇനി എന്തായാലും റോബർട്ട് വദ്ര എന്ന് പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അളിയൻ പറഞ്ഞ ചീഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് ഈ പ്രിയങ്ക ഗാന്ധിയില്ലേ, വയനാട് MP അവരുടെ ഭർത്താവ്, മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന് അവർക്ക് തോന്നുന്നു, അതാണ് മതം നോക്കി ആക്രമിച്ച് വിവാദ പരാമർശവുമായി റോബർട്ട് വദ്ര. രാഹുൽ ഗാന്ധിയുടെ അളിയനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ. അതിനർത്ഥം മോദി ഗവൺമെൻറ്റിൻ്റെ ഇത്രയും നാളത്തെ പെർഫോമൻസ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി എല്ലാം മോശമാണെന്നല്ല. UP ഗവൺമെൻറ്റിനെ വെച്ച് നോക്കാൻ നേരത്തെ മോദി ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്, കാശ്മീരിൽ വന്ന മാറ്റം, കാശ്മീരി ജനതയിൽ വന്ന മാറ്റം, കുട്ടികൾ വന്ന മാറ്റം, സൈന്യത്തോടുള്ള പെരുമാറ്റം എല്ലാം മാറിയിട്ടുണ്ട്. അത് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. രാഹുൽ ഗാന്ധിയാണോ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒമർ അബ്ദുള്ളയും കൂടെ ചേർന്നിട്ട് ഇപ്പം ആർട്ടിക്കിൾ 370 അവിടെ വീണ്ടും കൊണ്ടുവന്നേനെ. വീണ്ടും നമ്മൾ കല്ലെറിയുന്ന, പാകിസ്ഥാൻ്റെ പതാക ഉയർത്തിയിരിക്കുന്ന, വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളെയും യുവാക്കളെയും നമ്മൾ കാണേണ്ടി വന്നേനെ. ഇനി കുറച്ചെണ്ണം ഉണ്ട്, കേരളത്തിലുണ്ട്, കാശ്മീരിലുണ്ട്, ഇന്ത്യ മുഴുവനുണ്ട് ഭീകരവാദത്തെ വെള്ളപൂശുന്ന ടീം. അതിനെ അടിച്ചൊതുക്കി കഴിഞ്ഞാൽ ഈ രാജ്യം സേഫാണ്. പിന്നെ പുറത്തുനിന്നുള്ളവരല്ലേ, അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്ത് ഈ നാട്ടിലെ ഫോഴ്സിന് പറ്റും. പക്ഷേ ഉള്ളിലുള്ളവൻ അതാണ് പ്രശ്നം. അതായിട്ട് എന്തായാലും പേജ് കാണുന്നത് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണയ്ക്കുക.